ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ 55,307 കിലോമീറ്റർ ഓടിയേക്കണാണ് വണ്ടി. ജനറൽ സർവീസ്, അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റം, വാട്ടർ സർവീസ്, ചെയിൻ ചെക്കപ്പ്, അതേപോലെ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അതായത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആയിരിക്കണം പറഞ്ഞാണ്. പിന്നെ എഞ്ചിൻ സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു സൗണ്ട് ഓടിക്കുമ്പോഴായാലും നമുക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ ടെൻഷനറിൻ്റെ പ്രോബ്ലം കൊണ്ടൊക്കെ വരാറുണ്ട്. ഇത് ടെൻഷനറൊക്കെ ഇരിക്കുന്നത് പുതിയതാണ്. വാൽവിൻ്റെ ഗൈഡ് അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും സൗണ്ട് അത്രയ്ക്ക് മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നണില്ല. പിന്നെ സീറ്റ് അഴിച്ചൊന്ന് വാഷ് ചെയ്യണം, ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റ് ഉണ്ടെന്ന് അങ്ങനത്തൊക്കെ പറയണ്ടായിരുന്നു. നിലവിൽ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടിയില്ലായിരുന്നു. വണ്ടി നല്ല രീതിയിൽ ചെയിൻ അടിക്കുന്നുണ്ട്, ചെയിൻ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കുന്നത്. നമുക്ക് അതിൻ്റെ ക്യാമ് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടാണ്. അപ്പോൾ ലൈനർ നമുക്ക് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. അതായത് നിസ്സാരം കൂടി ഇനി ടൈറ്റ് ചെയ്ത് എടുക്കാനുള്ളൂ. അപ്പോൾ കൈയോടെ അത് മാറ്റിയിടാനായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. കാരണം ബ്രേക്ക് ഒരു ചതയൽ പോലെ ഉണ്ട്, ചവിട്ടിയിട്ട് നിൽക്കാനൊരു ചെറിയ ബുദ്ധിമുട്ട് പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ടയറൊക്കെ പുതിയ ടയർ കിടക്കുന്നത്. ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻ്റാണ്. ചെയിൻ വലിച്ചു മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തന്നെയല്ല സ്പോക്കറിൻ്റെ ഈ ഭാഗമൊന്നും കറക്റ്റായിട്ട് പിടിക്കാത്തൊരു ഇതുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സൗണ്ട് ആവും. നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കിയാലും നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ വലിക്കാനില്ല ഒന്നാമത്. പിന്നെ അത് എങ്ങനെ ക്ലിയർ ചെയ്താൽ നോക്കിയാലും ആ സൗണ്ട് എന്തെങ്കിലും മാറില്ല. കാരണം സ്പോക്കറിൻ്റെ ഈ ഭാഗം ഈ രീതിയിലായതുകൊണ്ട് സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ ഇപ്പോൾ അത്യാവശ്യം ഈ സൈഡിലൊക്കെ പൂപ്പൽ പോലെയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും കാർബറേറ്റർ എന്തെങ്കിലും മാറ്റണം. അപ്പോൾ എയർ ഫിൽറ്റർ കൂട്ടത്തിൽ കൂടെ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും നല്ലത്. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. ഈ ഭാഗമൊക്കെ ഉണ്ട് ശരിക്കും ഒരു പൂപ്പൽ പിടിച്ചേക്കണ പോലെ. അപ്പോൾ അത് ഉള്ളിലേക്കും ഉണ്ടാവും. നമ്മളത് എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മോഡലല്ല അത് കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. നോക്കിയിട്ട് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. എയർ അടിക്കുമ്പോൾ അതിനകത്ത് ഉള്ള ഒരു ഓയിൽ മയം ഉണ്ട്, അത് പോകും. പിന്നെ ഇതുമ്മേ ബാറ്ററി ഇരിക്കുന്നത് നമുക്ക് 2022 മോഡൽ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 7 ആമ്പിയറിൻ്റെ ബാറ്ററി. ഇപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. വോൾട്ട് 13.15 റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മൾ ചുമ്മാ ലോഡ് ടെസ്റ്റ് നടത്തിയൊക്കെയാണ്. ലോഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഏകദേശം 8.97 വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാറ്ററിക്ക് വേറെ പ്രോബ്ലം ഇല്ല. പക്ഷേ വോൾട്ട് ഒരല്പം താഴേക്ക് പോരും, 9ൻ്റെ താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ കംപ്ലയിൻ്റ് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ, സെൽഫിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാണിക്കുകയാണെങ്കിൽ മാത്രം ബാറ്ററി നോക്കിയാൽ മതി. 2022 മോഡലാണ്. ഏകദേശം നമുക്കൊരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്, 3-ാം കൊല്ലമായിരിക്കും ഇത്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ. ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തി വിടുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് പിന്നെ എൻ്റെ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അത് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, അഡീഷണൽ വന്ന വർക്കാണ്. പിന്നെ അതിൻ്റെ ഈ സ്റ്റാർട്ടറിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം ക്ലാവൊക്കെ കയറിയിട്ട്, മഴയൊക്കെ അല്ലേ, അപ്പോൾ അത് അത്യാവശ്യം ക്ലാവൊക്കെ കയറിയിട്ട് ലൂസ് കോൺടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിനകത്ത് മറ്റേ സോൾവെൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കാം നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ കാർബറേറ്റർ അയച്ചിട്ട് പറഞ്ഞ് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ പ്ലഗും കൂടി മാറ്റിയിടാനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റി പുതിയത് വരും, പ്ലഗ് പുതിയത്, കാർബറേറ്റർ ക്ലീൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഫയറിംഗ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് വരും. കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്ലോജറ്റൊക്കെ ചെറിയൊരു ബ്ലോക്ക് കാണുന്നുണ്ട്. നമുക്ക് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത ഒരു പരിധി വരെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി അതല്ല പക്കയായിട്ട് വന്നില്ല എന്നിട്ട് നമുക്കിത് മാറ്റിയിടാം. ഏകദേശം ഒരു 65-70 രൂപ നമുക്ക് ഇതിന് കോസ്റ്റ് ഉണ്ടുള്ളൂ. പിന്നെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ വാക്യൂം പിസ്റ്റണാണ്. വാക്യൂം പിസ്റ്റൺ ഓൾറെഡി ഡാമേജാണ്. ബോട്ടത്തുമ്പോൾ ഒരഞ്ഞു തുടങ്ങി ഈ സൈഡ് ഇതുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോകുന്നതോറും കാർബറേറ്റർ ബോട്ടത്തുമ്പോൾ ശരിക്കും പിടിക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ കൈയോടെ അത് മാറ്റിയിടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഏകദേശം ഒരു 770 രൂപ അങ്ങനെ എന്തോ റേഞ്ച് വന്നിട്ടുണ്ട് ഇതിന്, ഈ ഒരു ഐറ്റത്തിന് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി പറയാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റൊക്കെ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം, എന്നിട്ട് റിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വീലിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു. ടയറൊക്കെ പുതിയ ടയറാണ്, വലിയ പഴക്കമായിട്ടില്ല. ബ്രേക്ക് ഡിസ്ക് പാഡൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തു. അത്യാവശ്യം പുതിയ പാഡാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അതൊക്കെ ബ്രേക്കിൻ്റെ കാലിപ്പർ ബ്രേക്കറൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഷോക്ക് അബ്സർഡി സൈഡിൽ ചെറിയൊരു നനവ് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലീക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഓയിലിൻ്റെ ഒരു പ്രസൻസ് പോലെ അങ്ങനെ കാര്യമായിട്ടില്ല, ഒരു പൊടി പിടിച്ചൊക്കെ ഇരിക്കണതും. പിന്നെ ഇഗ്നീഷ്യൻ സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് ഉണ്ട്. ചില സമയങ്ങളിൽ ഓണാക്കി കഴിഞ്ഞാൽ നമ്മൾ താക്കോലൊന്ന് അനക്കി കൊടുക്കണം. അത് സ്വിച്ച് അസംബ്ലിയുടെ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കോൺടാക്റ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു സോൾവെൻ്റ് അടിച്ചേക്കാം. സ്പ്രേ ഉണ്ട്, അത് അടിച്ചിട്ടേക്കാം. റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കീ സെറ്റപ്പ് അടി, അതായത് ഇഗ്നീഷ്യൻ വരും, ടാങ്കിൻ്റെ സീറ്റിൻ്റെ എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരാം. ഏകദേശം ഒരു 1000 മുകളിലുണ്ട്. ഏകദേശം ഒരു 1000-1100 അങ്ങനെ എന്തോ റേറ്റ് വന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ മേജറായിട്ടുള്ള വിഷയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് മാറ്റണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. സീറ്റിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് കഴുകുക, ആ രീതിയിലൊക്കെയാണ് പിന്നെ പറഞ്ഞാണ്. ബസറില്ല ഇതുമേ, നിലവിൽ എനിക്ക് തോന്നുന്നു അത് പിടിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. നല്ലൊരു ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ടൊന്നും ഇല്ല കേട്ടോ.
അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് എഞ്ചിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ല, എഞ്ചിൻ്റെ സൗണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ ഗിയർ ഷിഫ്റ്റിങ്ങും അങ്ങനെ വേറെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടോ വീഴായി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല കേട്ടോ. ഫ്രണ്ട് സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞു, ഫ്രണ്ട് കോൺ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ പറയത്തക്ക ഒരു കംപ്ലയിൻറ്റും ആ ഭാഗത്തൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.